എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം മഹാഗ്രഹങ്ങളുടെ രാശിമാറ്റത്തെ പറ്റിയാണ്. ഈ 2025 4 ഗ്രഹങ്ങൾ രാശി മാറുന്നു. മഹാഗ്രഹങ്ങളുടെ രാശിമാറ്റമാണ് ഞാനിവിടെ പറയുന്നത്. ഏതൊക്കെ ഗ്രഹങ്ങളാണ്? വേഴം, ശനി, രാഹു, കേതു. ഈ ഗ്രഹങ്ങൾ ആണ് മെയിനായിട്ട് രാശി മാറുന്നത്. 2.5 വർഷമായിട്ട് ഒരു രാശിയിൽ നിൽക്കുന്ന ശനിയും 1 വർഷമായിട്ട് ഒരു രാശിയിൽ നിൽക്കുന്ന വേഴവും 1.5 വർഷമായിട്ട് ഒരു രാശിയിൽ നിൽക്കുന്ന രാഹു കേതുക്കളും ഒക്കെ രാശി മാറി ഈ 2025. അപ്പം അതിൻ്റെ ഫലമായിട്ട് കന്നിക്കൂറിൽ വരുന്ന ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര, കന്നിക്കൂറിൽ വരുന്ന ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്രഫലം, ഈ മഹാഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ഉണ്ടാകുന്ന ഫലമായിട്ട് ഈ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്ന ഫലമാണ് പറയുന്നത്. 2025 മെയ് 14 വരെ വേഴം 9-ലും അതിനുശേഷം വേഴം 10-ലും വരുന്നു ഈ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക്. 2025 മെയ് 14 വരെ വേഴം 9-ലും അതിനുശേഷം 10-ലും വരുന്നു. 2025 മാർച്ച് 29 വരെ ശനി 6-ലും അതിനുശേഷം ശനി 7-ലും വരുന്നു. 2025 മെയ് 18 വരെ രാഹു 7-ലും അതിനുശേഷം രാഹു 6-ലും വരുന്നു. 2025 മെയ് 18 വരെ കേതു ജന്മത്തിലും അതിനുശേഷം 12-ലും വരുന്നു. അപ്പം മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക്, അതായത് ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര ഈ നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഉണ്ടാവുന്ന നക്ഷത്രഫലം, സമ്പൂർണമായ രാശിഫലം, അതാണ് ഇവിടെ പറയുന്നത്. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് കാര്യം. ഗുണം ഉണ്ടാവും, ദോഷം ഉണ്ടാവും. ഗുണം മാത്രമല്ല, അതിനോടനുബന്ധിച്ച് ചിലപ്പോൾ ദോഷങ്ങളും ഇവർക്കുണ്ടാകാം. അപ്പം എന്തെല്ലാം ഗുണങ്ങളും എന്തെല്ലാം ദോഷങ്ങളുമാണ് ഇവർക്ക് വരാൻ പോകുന്നത്, അതാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്. കുടുംബപരമായിട്ട് സൗഖ്യം ഉണ്ടാവും. കുടുംബ സൗഖ്യം ഈ നക്ഷത്രക്കാർക്കുണ്ടാവും. ഇവർക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും. അത് തീർത്ഥയാത്ര പോകാനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ ഒക്കെ ഇടവരും. നൂതനമായ ഗ്രഹാരംഭം ഉണ്ടാവും. അതായത് പുതിയ ഗ്രഹങ്ങൾ വെക്കാനായിട്ട് അതിനുള്ള ആരംഭം കുറിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുകയോ ചെയ്യും. പുത്രസൗഖ്യം ഉണ്ടാവും. പുത്രന്മാരെ കൊണ്ട് സൗഖ്യം ഉണ്ടാവും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും. ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഈ നക്ഷത്രങ്ങളിൽപ്പെട്ടവർക്ക് ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. വാഹന ലാഭം ഉണ്ടാവും. വാഹനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട്. ഇനി വാഹനം ഉള്ളവർക്ക് തന്നെ വാഹനങ്ങളിൽ നിന്ന് ലാഭവരുമാനം ഉണ്ടാകാനും സാധ്യതയുണ്ട്. വിദ്യാഗുണം ഉണ്ടാവും. വിദ്യാഗുണം, അതായത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണം ഉണ്ടാകും. മാതൃജനങ്ങൾക്ക്, എന്നാൽ മാതൃജനങ്ങൾക്ക് അരിഷ്ടതയുണ്ടാവും. ചില ദോഷങ്ങളുണ്ടാവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. മാതൃജനങ്ങൾക്ക്, അമ്മ വഴിയുള്ള മാതൃജനങ്ങൾക്ക് അരിഷ്ടത ഉണ്ടാകും. അതായത് ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് തടസ്സം ഉണ്ടാവും. വിവാഹം മുതലായ മംഗളകർമ്മങ്ങൾക്ക് തടസ്സമുണ്ടാകും. ഭാഗ്യഹാനി ഉണ്ടാവും. നമുക്കുടെ കയ്യിലോട്ട് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പലതും നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പോകാനായിട്ട് ഇടവരും. ഭാഗ്യഹാനി ഉണ്ടാകും. മനോവ്യസനം ഉണ്ടാവും. അതുവഴി മനോവ്യസനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി വിരോധം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി കലഹിക്കാനോ അല്ലെങ്കിൽ അവരുമായി ശത്രുതയുണ്ടാകാനോ അങ്ങനെ ബന്ധുജന വിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രോഗാരിഷ്ടതകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.